തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ പഴിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത്. ഗെഹ്ലോട്ടും അതേ വഴിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. SIR ആണ് ബീഹാറിൽ പ്രതിപക്ഷത്തെ തളർത്തിയത് എന്ന ഒരു നിഗമനത്തിലേക്ക് പാർട്ടികൾ എത്തുന്ന സാഹചര്യമാണുള്ളത്. ഏതാണ്ട് 45 ലക്ഷം ജനങ്ങളെ പുറത്തു നിർത്തിയത് അത് തങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ആളുകളായിരുന്നു. അവരെ പുറത്തു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും ഫലം പ്രതീക്ഷിക്കണമോ എന്നതാണ് മാണിക്യം ടാഗോർ ഈ വോട്ടെണ്ണൽ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം പ്രതികരിച്ചത്. അതേപോലെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ SIR-നെ പഴിക്കുന്നു, ഒപ്പം ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി ഒത്തുകളിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ വരുന്ന ലീഡ് നില അനുസരിച്ച് NDA 190 സീറ്റുകളിൽ ബീഹാറിൽ മുന്നിട്ട് നിൽക്കുന്നു. BJP 85 സീറ്റിലും JDU 76 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ലീഡ് 8ലേക്ക് ചുരുങ്ങുന്നു. മഹാഗഡ്ബന്ധൻ ഇപ്പോൾ 49 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന അതിദയനീയമായ കാഴ്ചയാണ് ബീഹാറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഒരിക്കൽ കൂടി NDA സഖ്യം അധികാരത്തിലേക്ക് എന്നതാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നു. ബീഹാറിൽ ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു. തുടർച്ചയായി വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു. നിതീഷ് കുമാറിന്റെ JDU ആണ് ഞങ്ങൾ കരുത്തരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അതേസമയം ബീഹാറിൽ കൂടുതൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് JDU-വിനോടൊപ്പം നിന്നാൽ നേട്ടമുണ്ടാക്കാം എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്ന സാഹചര്യം. JDU-വിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് വിലപേശലിനുള്ള സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP ആ സീറ്റ് നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 85 സീറ്റ് എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ അവിടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സാഹചര്യം. JDU തന്നെയായിരിക്കും ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളത്. ഇപ്പോൾ 85ലേക്ക് BJP എത്തുന്നു എന്ന സാഹചര്യമാണ് അഭിലാഷ്. അതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ കവച്ചു വെക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് JDU ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളതായിരുന്നു പൊതുവെ ഒരു എക്സിറ്റ് പോൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ എക്സിറ്റ് പോളുകളിലും പ്രവചിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. BJP ഇപ്പോൾ ഒന്നാമതെത്തുന്ന സാഹചര്യമുണ്ട്.